ലീഗിന്റെ ബഹിഷ്കരണത്തിൽ വഴങ്ങി ജിഫ്രി തങ്ങൾ നാസർ ഫൈസിയെ സന്ദേശയാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രഖ്യാപിച്ചു. മലപ്പുറത്തെ പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, അങ്ങനെ ലീഗ് അനുകൂലികളുടെ വികാരം അതൊരു സമ്മർദ്ദമായി മാറുകയും ഇപ്പോൾ വരുന്ന നിലപാടും സാദിഖ് അലി തങ്ങൾ ഈ പരിപാടിയിലേക്ക് പോകാൻ വഴിയൊരുങ്ങിയതിന്റെ കാരണങ്ങൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന്റെ ബഹിഷ്കരണം അത് ജിഫ്രി തങ്ങൾക്കടക്കം സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്കടക്കം വലിയ സമ്മർദ്ദമായി മാറി എന്നുള്ളത് തന്നെയാണ് കാര്യം. സമസ്ത 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനൊടുവിലാണ് ഈ ശതാബ്ദി സന്ദേശ യാത്ര, അതായത് പതാക കൈമാറിക്കൊണ്ട് ഈ 100ാം വാർഷികത്തിന് മുൻപുള്ള ജിഫ്രി തങ്ങളുടെ യാത്ര, ആ യാത്രയുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. കാരണം സാധാരണഗതിയിൽ പാണക്കാട്ട് തറവാട്ടിൽ നിന്ന് സാദിഖ് അലി തങ്ങളുടെ വീട്ടിൽ നിന്നാണ് സാധാരണഗതിയിൽ ഈ പതാകയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊരു നീക്കം പ്രവർത്തനമൊക്കെ നടത്തി മുന്നോട്ട് പോകാറുണ്ടായിരുന്നത്. പക്ഷേ പാണക്കാട്ട് നിന്നും അങ്ങനെയൊരു യാത്ര, ഈ പതാക കൈമാറ്റ ചടങ്ങ് പാണക്കാട് നിന്നും നടക്കാത്തതിനെ ചൊല്ലി തന്നെ വലിയ വിഭാഗീയത ഇരു കൂട്ടരും തമ്മിൽ നടന്നിരുന്നു. ഇതോടുകൂടിയാണ് ലീഗ് അനുകൂലികൾ പൂർണ്ണമായിട്ടും ഈ പരിപാടി ശതാബ്ദി സന്ദേശയാത്ര ബഹിഷ്കരിക്കുന്ന തീരുമാനത്തിലേക്ക് പോയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടി, അതായത് ജിഫ്രി തങ്ങളും മുഖ്യമന്ത്രിയും ഒക്കെയുള്ള പരിപാടിയിൽ നിന്ന് സാദിഖ് അലി തങ്ങൾ വിട്ടുനിന്നിരുന്നു. സാദിഖ് അലി തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ മലബാറിൽ ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഇപ്പോൾ ലീഗ് ജിഫ്രി തങ്ങൾ തന്നെ ഇതിൽ വഴങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്. ലീഗ് വിരുദ്ധ വിഭാഗത്തിലുണ്ടായിരുന്ന ഉമർ ഫൈസി മുക്കമായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ, ഈ സന്ദേശയാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ കണ്ട്, ഈ ബഹിഷ്കരണം മുന്നിൽ കണ്ട് ബഹിഷ്കരണം പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്നുള്ള നാസർ ഫൈസി കൂടത്തായിയെ കൂടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതോടുകൂടി സമദ് പൂക്കോട്ടൂർ അടക്കമുള്ള ലീഗ് നേതാക്കളെ കൂടെ ഈ സന്ദേശയാത്രയുടെ കമ്മിറ്റിയുടെ ഭാഗമാക്കി കഴിഞ്ഞു. ഇതാണ് ജിഫ്രി തങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ഈ ബഹിഷ്കരണത്തിന് വഴങ്ങിയെന്ന് പറയുന്നതിന്റെ കാരണം. ഇന്ന് തിരൂരിൽ പരിപാടി നടക്കുന്നുണ്ട്. തിരൂരിൽ നടക്കുന്ന പരിപാടിയിൽ തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി അടക്കമുള്ള നേതാക്കൾ ജിഫ്രി തങ്ങൾക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. നാളെ മലപ്പുറത്ത് രാവിലെ പരിപാടിയുണ്ട്. മലപ്പുറത്തെ പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ കൂടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി ഈ ബഹിഷ്കരണത്തിൽ ലീഗ് മുന്നിൽ കണ്ട കാര്യം, അതായത് ഇങ്ങനെ ഒരു ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ മാത്രമായി പോകുന്ന പരിപാടികളിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന തീരുമാനമെടുത്തതോടുകൂടി മലബാറിൽ ഇത് പൂർണ്ണമായും ഇനി അങ്ങോട്ട്, അതായത് കാസർഗോഡ് വരെ പരിപാടി നടത്താനുണ്ട്, സന്ദേശയാത്ര നടത്താനുണ്ട്, അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ ഇങ്ങനെ വഴങ്ങിയത്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ലീഗിന് വലിയ വിജയം മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉണ്ടായി. ഇനി ഇതൊക്കെ വിവരങ്ങൾ നൽകിയത്. ലീഗിന്റെ സമ്മർദ്ദത്തിന് അങ്ങനെ സമസ്തയിൽ ഫലം കണ്ടിരിക്കുകയാണ്.